ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഫോണ്ടൻ കവേർഡ് ആയിട്ടുള്ള മഷ്റൂം സ്മഫ് ഹൗസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫോണ്ടൻ്റ് കൊണ്ടുള്ള സ്മഫും ഫ്ലവേഴ്സ്, ലീഫ്, ഗ്രാസ്, വുഡൻ ഡോറ്, സ്റ്റോൺസ് ഇതെല്ലാം ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അതിനായിട്ട് 6 ഇഞ്ചിൻ്റെ ചോക്ലേറ്റ് സ്പോഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ സ്പോഞ്ച് 2 ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 ഇഞ്ചിൻ്റെ ബൗൾ ഷേപ്പിൽ സ്പോഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മഷ്റൂമിൻ്റെ ബോട്ടമാണ് ചെയ്യുന്നത്. അതിനായിട്ട് 6 ഇഞ്ചിൻ്റെ 3 ലെയറാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഫോണ്ടൻ കവേർഡ് ആയതുകൊണ്ട് ഒന്നേ നമ്മൾ ബട്ടർ ക്രീം ഐസിങ് ചെയ്യണം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഐസിങ് ചെയ്യണം. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഫോണ്ടൻ്റ് കവർ ചെയ്യുമ്പോഴത്തേക്കും അത് മെൽറ്റാവും, പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. പിന്നെ നമ്മൾ കേക്ക് സോക്ക് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ പാടില്ല. ജസ്റ്റ് കേക്ക് ഒന്ന് വെറ്റാവാൻ മാത്രം വേണ്ടിയിട്ട് ഒഴിച്ചാൽ മതി. ഇതിൽ നമ്മൾ 6 ഇഞ്ചിൻ്റെ 3 ലെയറും ഐസിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ബൗൾ 5 ഇഞ്ചിൻ്റെ ബൗളിൽ ഒരു സൈഡ് ഒരു ലെയർ ഇതിൽ വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആവശ്യമനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെയിൻ കോട്ട് തന്നെ ചെയ്യുകയാണ്. ബട്ടർ ക്രീം വെച്ച് മെയിൻ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഷേപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ OHP ഷീറ്റോ എടുത്ത് ഇതുപോലെ കർവാക്കി കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുത്ത നമ്മൾ മഷ്റൂമിൻ്റെ ടോപ്പ് ഭാഗം ചെയ്യുകയാണ്, അംബ്രല്ല ഭാഗം ചെയ്യുകയാണ്. ഫസ്റ്റ് 8 ഇഞ്ചിൻ്റെ സ്പോഞ്ച് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് ബട്ടർ ക്രീം ഐസിങ് ചെയ്തതിന് ശേഷം നമ്മൾ 8 ഇഞ്ചിൻ്റെ സെക്കൻഡ് ലെയർ 7.5 ഇഞ്ചായിട്ട് അല്ലെങ്കിൽ 7 ഇഞ്ചായിട്ട് കട്ട് ചെയ്ത് മുകളിൽ വയ്ക്കണം. ലാസ്റ്റ് ലെയറായിട്ട് വയ്ക്കുന്നത് നമ്മൾ ബൗൾ ഷേപ്പിൽ സ്പോഞ്ച് ചെയ്തെടുത്തതിൻ്റെ ടോപ്പ് ലെയറാണ് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഐസിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അംബ്രല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളെ കയ്യിൽ ഡോൾ കേക്കിൻ്റെയൊക്കെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ സ്പോഞ്ച് ചെയ്താൽ മതി. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്രയും സ്പോഞ്ച് ഉണ്ടാക്കുകയും വേണ്ട. ഇനി ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഷേപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു 5 hours ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഫോണ്ടൻ സ്മഫിൻ ഉണ്ടാക്കണം, ഫ്ലവേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ആദ്യം ഞാൻ സ്മഫാണ് ഉണ്ടാക്കുന്നത്. ബ്ലൂ കളർ ഫോണ്ടൻറ്റും വൈറ്റ് കളർ ഫോണ്ടൻറ്റുമാണ് ഞാൻ എടുക്കുന്നത്. അതിൽ കുറച്ച് CMC പൗഡർ ആഡ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ സ്മഫിൻ്റെ തൊപ്പിക്കും പിന്നെ ലെഗിനും ബോഡിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാം ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം ഉണ്ടാക്കി തുടങ്ങിയാണ്. ഇനി നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് കുറച്ച് വെള്ളവും ഒരു ബ്രഷുമാണ്. നമ്മൾ കൂടുതൽ വെള്ളം വെച്ച് തൊടാനും പാടില്ല. ഫോണ്ടൻ്റ് നല്ല ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം വെച്ച് തൊടുന്നത്. കൂടുതൽ വെള്ളം നമ്മൾ തൊടാനും പാടില്ല. അപ്പം നമ്മളെ കയ്യിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ സ്മഫിൻ്റെ ഫേസാണ് ചെയ്യുന്നത്. ഇതുപോലെ വെള്ളം വെച്ച് ഒന്ന് തൊട്ടിട്ട് വേണം ഐസും നോസും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ.
ഈ ഹെഡും ബോഡിയും ഹാൻഡ്സും എല്ലാം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് വേണം സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടി. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നത്. സ്മർഫിൻ്റെ ഷൂസും ഇതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റിക്ക് വെച്ച് വേണം 2 കാലിലും സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ. സ്മർഫിനെ ഉണ്ടാക്കി ഡ്രൈ ചെയ്യാൻ വെച്ചു. ഇനി ഫോണ്ടൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഫോണ്ടൻ്റ് എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കണം. എന്നിട്ട് ചെറിയ സൈസിലുള്ള റൗണ്ട് കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ നോസിലിൻ്റെ അടിഭാഗം വെച്ച് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. 1 സെൻറ്റിമീറ്റർ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ചെറിയ ഫ്ലവേഴ്സാണ് ആവശ്യം. എന്നിട്ട് ഓരോ റൗണ്ടിൻ്റെ എൻഡ് ഇതുപോലെ ചേർത്ത് വയ്ക്കണം. ഓരോ പെറ്റലാക്കി എടുക്കുകയാണ്. എന്നിട്ടൊരു പെറ്റലെടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ വെള്ളം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് സൈഡിൽ ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് അവസാനത്തെ പെറ്റലും നമ്മൾ ആദ്യം വെച്ച ആ പെറ്റലും കൂടി നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പെറ്റൽസ് എല്ലാം ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ അതിൻ്റെ അടിഭാഗത്ത് സെൻറ്ററിൽ എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് ഒന്ന് ഒരു ചെറിയൊരു കുഴി കണക്ക് വയ്ക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നോസിലിൻ്റെ ആ ബേക്ക് ഭാഗത്ത് തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് കുഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് കുറച്ചും കൂടെ 3D ആയിട്ട് കിട്ടും ഫ്ലവർ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടിട്ട് ഞാൻ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇനി മഷ്റൂം ഹൗസ് ഡെക്കറേഷൻ ചെയ്യാനുള്ള ലീവ്സൊക്കെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഗ്രീൻ കളർ ഫോണ്ടൻ്റാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്യാം. സൈസൊക്കെ ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാൻ S കണക്കും E കണക്കും ഒക്കെ ഇതുപോലെ ആക്കി ഡ്രൈ ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇതുപോലെ പല ഷേപ്സിലാക്കി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു എമൗണ്ട് ഗ്രീൻ ഫോണ്ടൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് പോയിൻറ്റഡ് ആക്കണം. അത്രയേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ലീഫിൻ്റെ രീതിയിൽ വരച്ചെടുക്കാം. ഇതും ഡ്രൈ ആക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇനി ഗ്രാസ് ആണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അടുത്തത് ഹൗസിന് വേണ്ടിയിട്ടുള്ള ഡോർ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ബ്രൗൺ ഫോണ്ടൻ്റാണ് എടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണം. കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫോണ്ടൻ്റ് വെച്ചാണ് റോൾ ചെയ്തെടുക്കുന്നത്. റോൾ ചെയ്തതിന് ശേഷം ഒരു വുഡിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വുഡിൻ്റെ ഡിസൈൻ കണക്ക് വരച്ചെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ വരച്ചെടുക്കാം. വുഡിൻ്റെ ഡിസൈൻ അല്ല, ചുമ്മാ ജസ്റ്റ് വര കണക്കിട്ടാലും മതി. എന്നിട്ട് ഡോറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഡോറിൻ്റെ കളർ കുറച്ചും കൂടി പോളിഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡറിൽ ഗോൾഡൻ ഡസ്റ്റും കൂടി മിക്സ് ചെയ്ത് ഡോറിൻ്റെ മുകളിൽ ഇതുപോലെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ലോക്കിന് പകരമായിട്ട് ബ്ലാക്ക് ഫോണ്ടൻ്റ് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. സൈഡിലും അതുപോലെ ബ്ലാക്ക് ഫോണ്ടൻ്റ് റോൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഡോറിൻ്റെ കണക്ക് സെയിം വുഡ് ഡിസൈൻ തന്നെയാണ് വിൻഡോസിനും ചെയ്യുന്നത്. വിൻഡോയുടെ അകത്തൂടെ ഒരു ഷാഡോ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഫോണ്ടൻ്റാണ് വയ്ക്കുന്നത്.
ഗോൾഡ് കളർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ. ഇനി കേക്കിന് ഫോണ്ടൻ കവർ ചെയ്യുകയാണ്. ഫസ്റ്റ് മഷ്റൂമിൻ്റെ മേൽഭാഗമാണ് കവർ ചെയ്യുന്നത്. അതിനായിട്ട് റെഡ് ഫോണ്ടൻ്റ് എടുക്കുകയാണ്. ഇതുപോലെ കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്തിട്ട് ഫോണ്ടൻ്റ് നല്ല പരത്തി കൊടുക്കണം. ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണം. കുറച്ച് വലിയ സൈസിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് അളവെടുക്കണം. കേക്കിൻ്റെ അളവ് നോക്കിയിട്ട് അതിൽ നിന്ന് 2 ഇഞ്ചെങ്കിലും കൂടുതൽ വേണം നമ്മൾ ഫോണ്ടൻ്റ് റോൾ ചെയ്തെടുക്കാൻ. റോൾ ചെയ്തെടുത്തതിന് ശേഷം റോളർ ഉപയോഗിച്ച് ഇതുപോലെ അതൊന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് കേക്കിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേക്കിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ഫോണ്ടൻ്റ് മെൽറ്റായിപ്പോവും. അതുകൊണ്ട് ഭയങ്കര വെറ്റായിട്ടിരിക്കുന്ന കേക്കിൽ ഫോണ്ടൻ്റ് വയ്ക്കരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോണ്ടൻ്റ് നമ്മൾ പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്താൻ പാടില്ല. എനിക്കതാ പറ്റിയത്. എൻ്റെ ഫോണ്ടൻ്റ് ഞാൻ പരത്തിയത് കുറച്ച് നൈസായിപ്പോയി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വരുന്നുണ്ടായിരുന്നു. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നതിനും കുറച്ചും കൂടെ തിക്നെസ്സിൽ വേണം നമുക്ക് ഫോണ്ടൻ്റ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ ഫോണ്ടൻ്റ് നല്ല ഡ്രൈ ആയിട്ടിരിക്കത്തുമില്ല. ഇനി നമ്മൾ മഷ്റൂം കേക്കിൻ്റെ ബോട്ടം ഭാഗമാണ് ചെയ്യുന്നത്. അതിനായിട്ട് വൈറ്റ് ഫോണ്ടൻ്റാണ് പരത്തിയെടുക്കുന്നത്. സെയിം നമ്മൾ റെഡ് ഫോണ്ടൻ്റ് ചെയ്ത കണക്ക് തന്നെ വൈറ്റും ചെയ്യുന്നത്. വൈറ്റിന് ഞാൻ കുറച്ചും കൂടി തിക്കായിട്ടാണ് പരത്തിയെടുത്തത്. അതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. അത് നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം ബാക്കി വന്ന വൈറ്റ് ഫോണ്ടൻ്റ് എടുത്ത് ഒന്ന് റോൾ ചെയ്യാണ്. എന്നിട്ട് പല സൈസിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ പല സൈസുള്ള നോസിലുണ്ടായിരുന്നു. വലുതും ചെറുതുമായിട്ട് കുറച്ച് നോസിൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ബേക്ക് ഭാഗം വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോസിൽസ് ഇല്ലെങ്കിൽ കുപ്പിയുടെ ക്യാപ്പില്ലേ, ചെറിയ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന കുപ്പികളെയൊക്കെ ക്യാപ്പും പിന്നെ മരുന്ന് കുപ്പിയുടെ ക്യാപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റെഡ് ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. മഷ്റൂമിൻ്റെ അമ്പർലയ്ക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ പല സൈസിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. കൂടുതലൊന്നും ഒട്ടിക്കാൻ പാടില്ല. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി മഷ്റൂം ഹൗസിൻ്റെ ഗാർഡന് വേണ്ടിയിട്ടുള്ള സ്റ്റോൺസ് തയ്യാറാക്കിയാണ്. അതിനായിട്ട് വൈറ്റ് ഫോണ്ടൻറ്റും ബ്ലാക്ക് ഫോണ്ടൻറ്റും കൂടി ഇതുപോലെ മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്യാൻ പാടില്ല. 2 കളറും കൂടെ ഒരു കളർ ആവാൻ പാടില്ല. ഇതുപോലെ വൈറ്റും ബ്ലാക്കിൻ്റെയും ഒരു ഷെയ്ഡ് കാണണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഉരുട്ടി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസിൽ, കറക്റ്റ് റൗണ്ടൊന്നും വേണ്ട, പല സൈസിലായിട്ട് ഷേപ്പ് ചെയ്ത് ഡ്രൈ ആവാൻ വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഹൗസ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു സ്ക്വയർ ബോർഡ് എടുക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിലേക്ക് മഷ്റൂമിൻ്റെ താഴത്തെ ബോട്ടം ഭാഗം വയ്ക്കുകയാണ്. എന്നിട്ടൊരു സ്റ്റിക്ക് എടുത്ത് അതിലിറക്കി ഇതുപോലെ അതിൻ്റെ അളവെടുക്കണം. ആ സൈസിൽ 2 സ്റ്റിക്ക് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത അംബ്രല്ല കേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മുകളിലിരിക്കുന്ന കേക്ക് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് അങ്ങ് ഇറക്കി വയ്ക്കണം. സ്റ്റിക്ക് വെച്ചത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് റൗണ്ട് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഡിസൈനാണ് ചെയ്യുന്നത്. ഡോറും വിൻഡോ ബാക്കി ഫ്ലവേഴ്സൊക്കെ വയ്ക്കുന്നതാണ് കാണിക്കുന്നത്.
ഞാനിതിൽ ബോർഡിൽ ഫുള്ള് ഗ്രീൻ ഫോണ്ടൻ്റ് കൊണ്ട് കവർ ചെയ്യുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. മഷ്റൂം സ്മഫ് ഹൗസ് കേക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.